കർത്താവിനെ ആരാധിക്കാനായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ ഒരു കാറ് വാങ്ങുന്നു എന്ന് വിചാരിക്കുക. കാറ് വാങ്ങിയതിന് ശേഷം ഭാര്യയെയും മക്കളെയും കാറിൻ്റെ ഉള്ളിൽ കയറ്റുന്നു. അതിനുശേഷം നിങ്ങൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാതെ വാഹനം ന്യൂട്രൽ ഇട്ടതിന് ശേഷം പുറകിൽ നിന്ന് തള്ളുകയാണ്. ആ യാത്ര വളരെ ദുഷ്കരമായിരിക്കും എന്നതിന് സംശയമില്ല. കാരണം കാറ് ഓടണമെങ്കിൽ അതിൻ്റെ എൻജിൻ സ്റ്റാർട്ടാക്കണം. അപ്പോൾ യാത്ര വളരെ സുഖകരമാണ്. ചില സ്പീഡ് വളരെ കൂടുതൽ സ്പീഡിൽ പോകുന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. നല്ല സ്പീഡിൽ അങ്ങ് പോകും. ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് നമ്മൾ നയിക്കുന്നത്? എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണോ അതോ തള്ളുകയാണോ? ക്രിസ്തീയ ജീവിതം എന്തൊരു ഭാരമാണെന്നറിയാമോ മനുഷ്യർക്ക്? കരുതാന്ന് ചോദിച്ചാൽ എൻജിൻ ഓണാക്കത്തില്ല. ഈ വണ്ടി തള്ളോട് തള്ളാണ്. ആകപ്പാടെ ജീവിതമാകെ വലിയ ദുരിതമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ശക്തമാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേകമായ രീതിയിൽ ഈ ലോകത്തിലേക്ക് വന്ന് ക്രിസ്തീയ സഭ, ദൈവത്തിൻ്റെ സഭ ആരംഭിച്ച് ദൈവമക്കൾക്ക് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ കരുത്ത് പകരുന്ന ആ നിസ്തുല്യ സംഭവത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിലാണ്. നമുക്ക് ഒരുമിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അതിൽ ആദ്യത്തെ 13 വാക്യങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഞാനത് തയ്യാറാക്കിയപ്പോൾ ഇത് ഗംഭീരമായ ഒരു വേദഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 4 വാക്യങ്ങൾ മാത്രമേ ഞാനിന്ന് പ്രസംഗിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നീട്ടിക്കളയും. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ശരി, നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇത് ആണ് ലൂക്കോസ് നമ്മളോട് പറയുന്ന അതിപ്രധാനമായ ഒരു സംഭവം. പലപ്പോഴും ഈ വേദഭാഗം വളരെ ഉപരിപ്ലവമായിട്ടാണ് ആളുകൾ വായിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇത് വ്യാഖ്യാനത്തെ സംബന്ധിച്ച് സംഘർഷപൂരിതമായ ഒരു വേദഭാഗമാണ്. അങ്ങനെ സംഘർഷങ്ങളില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഈ വേദഭാഗം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വളരെ ഗൗരവമായ ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. യഥാർത്ഥത്തിൽ 1905 പെന്തക്കോസ്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഈ വേദഭാഗങ്ങളുടെ ഒരു വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ഇത് വളരെ പ്രിയപ്പെട്ട ഒരു വേദഭാഗമാണ്. പെന്തക്കോസ്തുകാർക്ക് ഈ വേദഭാഗം വളരെ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? ഈ വേദഭാഗം ഇഷ്ടപ്പെടാൻ പാടില്ലല്ലേ? അത് ശരിയായ ഒരു സമീപനമല്ലല്ലോ. അവിടെ ഇത് സത്യസന്ധമായ രീതിയിൽ ഈ വേദഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഈ വേദഭാഗത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, സാധാരണ ഞാൻ പറയുന്നൊരു പ്രസ്താവന തന്നെയാണ്,
ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ അധ്യായം. അതുകൊണ്ട് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ സന്ദർഭത്തിൽ മാത്രമേ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തെ വ്യാഖ്യാനിക്കാവൂ. അതൊരു ന്യായമായ കാര്യമല്ലേ? ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പ്രസ്താവനകളെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ രണ്ടാമത്തെ അധ്യായം മനസ്സിലാക്കാനായിട്ട്. ഒന്നാമത്തെ അധ്യായത്തിൽ കർത്താവ് 40 ദിവസം ശിഷ്യന്മാർക്ക് മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ട് അവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം എന്ന നിർദ്ദേശമാണ്, അല്ലെങ്കിൽ കൽപ്പനയാണ്. അതിനുശേഷം ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ കാണുകെ അവൻ സ്വർഗാരോഹണം ചെയ്തു. അതിന് പിന്നാലെ യെരൂശലേമിൽ മടങ്ങിയെത്തിയ ശിഷ്യന്മാർ അവർ 12 ആളുകളായിരുന്നു. എന്നാൽ 11 ഉള്ളൂ ഇപ്പോൾ. അതിലൊരാൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് യൂദാസ് പിന്മാറി, അവന് ആത്മഹത്യ ചെയ്തു. അവൻ്റെ സ്ഥാനത്തേക്ക് ഒരാളിനെ അവർ തിരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവം ഇനിയും ഉപയോഗിക്കാൻ പോകുന്ന പുതിയ ദൈവജനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 12 പേര് എന്ന് പറഞ്ഞപ്പോൾ 12 ഗോത്രങ്ങൾ, ഒരു പുതിയ ഇസ്രായേൽ, ഒരു പുതിയ പുറപ്പാട്, ഒരു പുതിയ ദൈവത്തിൻ്റെ ജനം. അതിനെക്കുറിച്ചാണ് ഈ 12 എന്ന് പറയുന്ന ആ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമാണ് രണ്ടാമത്തെ അധ്യായം നമ്മൾ കാണുന്നത്. അപ്പോൾ സാക്ഷികളാകുന്നതിന് വേണ്ടിയുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും, അതോടുകൂടെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന നിർദ്ദേശത്തോടു കൂടെയാണ് ഈ രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പെന്തക്കോസ്ത് ആശയത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. പെന്തക്കോസ്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. പെന്തക്കോസ്തിൻ്റെ പ്രാധാന്യം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് നമുക്ക് പറയാം. സാധാരണ ഞാനങ്ങനെ വലിയ നോട്ട്സ് ഉപയോഗിക്കുന്ന ആളല്ല, എങ്കിലും ഇന്നത്തെ പ്രസംഗത്തിന് ഞാൻ ചില നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എവിടെയാണെന്നുള്ള കാര്യമായിപ്പോൾ പ്രശ്നം. നോട്ട് കിട്ടി. അവിടെ പെന്തക്കോസ്ത് നാളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. പെന്തക്കോസ്ത് നാൾ, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു പുതിയ ക്രമീകരണത്തിൻ്റെ ആരംഭമാണ്. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. പെന്തക്കോസ്റ്റ് ഈസ് എ ന്യൂ ബിഗിനിങ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു പുതിയ ആരംഭമാണ്. കർത്താവായ യേശു, പെന്തക്കോസ്ത് നാളിനെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ പൂർത്തീകരണം എന്ന നിലയിൽ വേണം നമ്മൾ പെന്തക്കോസ്ത് നാളിനെ മനസ്സിലാക്കാനായിട്ട്. രക്ഷാകര പ്രവൃത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വാക്കുകൂടെ അതിനെക്കുറിച്ച് പറയണം. മനുഷ്യരുടെ രക്ഷ സമ്പാദിക്കുക എന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിലാണ്. കർത്താവായ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചിരിക്കുന്നു. അതാണ് രക്ഷാക്രമീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ രക്ഷ മനുഷ്യരുടെ അടുക്കലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന കാര്യം, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാൽവേഷൻ, ആ വിഷയം സാധ്യമാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം, അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് സാക്ഷികളാകാനായിട്ട് അവരെ പ്രാപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ആ ക്രമീകരണത്തോടു കൂടെയാണ്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തി എന്നത്, അതിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ സൃഷ്ടി, അതിൻ്റെ വിതരണം എന്നുള്ള നിലയിൽ ഈ പെന്തക്കോസ്ത് നാളിനെ കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയാം, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം, അതിനുശേഷം പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കർത്താവ് പോയതിന് ശേഷം പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്, ഇതിനെ ഒന്നിച്ച് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അതിനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യരുത്.
പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദാനത്തെക്കുറിച്ചും കൂടെ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാർ ഞാൻ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ വിട്ടു പോകും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവർക്ക് ഏറ്റവും സങ്കടമായി കേട്ടോ. യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവർ വളരെ സങ്കടപ്പെട്ടു. ഉടനെ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് പറയും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പോകുന്നത് പ്രയോജനമാണ് എന്ന കാര്യമാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ഒരർത്ഥത്തിൽ അത് ഒരല്പം കടുത്ത ഒരു പ്രസ്താവന അല്ലേ? കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കൂടെ ഇരുന്ന് കർത്താവ് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കാണാൻ പറ്റുന്നതല്ലയോ വലിയ കാര്യം. കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായി ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന കാര്യമാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്നതിന് ശേഷം പിതാവിനോട് വാങ്ങി പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം അതീവ പ്രാധാന്യമേറിയ സംഭവമാണ്. അപ്പോൾ ചില ആളുകൾ പറയും, പെന്തക്കോസ്ത് നാൾ വന്നപ്പം അവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടി, നമ്മളും കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നൊക്കെ വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഈ വേദഭാഗങ്ങളെ വ്യാഖ്യാനിച്ച ആളുകൾ പറയാറുണ്ട്. എന്നാലത് ഈ വേദഭാഗത്തോട് ചെയ്യുന്നൊരു വലിയ അനീതിയാണ്. കാരണം പെന്തക്കോസ്ത് നാളിന് മുൻപ് ഉള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പെന്തക്കോസ്ത് നാളിന് ശേഷമുള്ള പ്രവർത്തനത്തിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളതാണ്. പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയുടെ സ്ഥാപന ദിവസമാണ്. ആ ദിവസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്ന് അന്നു മുതൽ വളരെ പ്രത്യേകമായ ഒരു ദൈവ പ്രവൃത്തി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന് 36, 37 വാക്യങ്ങൾ നമ്മൾ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് കർത്താവ് തുടർന്ന് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് അവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം യോഹന്നാൻ ഒരു ചെറിയ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താ പറയുന്നത്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് എന്ന് യോഹന്നാൻ പറഞ്ഞു. അതിനുശേഷമുള്ള വിശദീകരണം എന്താ? കർത്താവായ യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ പരിശുദ്ധാത്മാവ് അന്നുവരെയും വന്നിട്ടില്ലായിരുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം, കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം, കർത്താവിൻ്റെ വാഗ്ദാനത്തിന് നിവൃത്തിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേകമായ നിലയിൽ ഈ ലോകത്തിലേക്ക് വരും എന്ന കാര്യമാണ് കർത്താവ് അവരോട് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം, ആ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് നിങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ മുതൽ വിശ്വാസികളുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നു എന്ന കാര്യം പുതിയ നിയമത്തിൻ്റെ പ്രത്യേക ക്രമീകരണമാണ്. അതിന് പറയുന്നത് ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു എന്ന ക്രമീകരണം പുതിയ നിയമത്തിൻ്റെ പെന്തക്കോസ്ത് നാളിന് ശേഷമുള്ള ക്രമീകരണമാണ്. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ക്രമീകരണം പെന്തക്കോസ്ത് നാളും മുതൽ മാത്രമേ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. സോ ദി ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണ്. അത് പെന്തക്കോസ്ത് നാൾ മുതലാണ് ദൈവം മനുഷ്യർക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് പുതിയ ആരംഭമാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പെന്തക്കോസ്ത് എന്ന് പറയുന്നതാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭം. പെന്തക്കോസ്ത് എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ സഭയുടെ ആരംഭം. അതാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് പെന്തക്കോസ്താണ്.
പെന്തക്കോസ്ത് നാളിന് ശേഷം പെന്തക്കോസ്ത് നാളിന് മുൻപിലുള്ളതുപോലെയുള്ള പരിപാടി അല്ല. പെന്തക്കോസ്ത് നാളിന് മുൻപ് രക്ഷിക്കപ്പെട്ട ആളുകൾ പെന്തക്കോസ്ത് നാളിന് ശേഷം രക്ഷിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തരാണ്. അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം വ്യത്യാസമാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പെന്തക്കോസ്ത് നാൾ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് നിസ്തുല്യമായ ഒരു സംഭവമാണ്. കർത്താവ് ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത പ്രത്യേക വാഗ്ദാനത്തിന് നിവൃത്തിയാണ്. അത് എല്ലാ വിശ്വാസികളും പിന്നീട് ആവർത്തിക്കുവാൻ പ്രതീക്ഷിക്കപ്പെടുന്നൊരു കാര്യമല്ല. ദാറ്റ് ഈസ് എ യുണീക്ക് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് in which the Holy Spirit has started to do something which the Holy Spirit has never done before. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുന്നമേ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതായിരിക്കുന്ന കാര്യം പ്രത്യേകമായി ചെയ്യുവാൻ തുടങ്ങുന്ന ഒരു പ്രത്യേക ദിവസമാണ്. അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആൾ അതിനത്രത്തോളം പ്രാധാന്യം കൊടുക്കുകയില്ല. ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ ടെൻസ്. ഞാൻ എൻ്റെ സഭയെ പണിയും. അത് ഒരു ഭാവികാല പ്രസ്താവനയാണ്. ആ പണി എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയാമോ? ആ പണി തുടങ്ങുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്ന് ദൈവത്തിൻ്റെ സഭ ഈ ലോകത്തിൽ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ അതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറയണം. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും എന്നുള്ള കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു പ്രത്യേക കാര്യത്തിന് കർത്താവ് പ്രത്യേകമായി ഊന്നൽ കൊടുത്തു. അതെന്താണെന്നറിയാമോ? എന്നാൽ ഏറെ നാൾ കഴിയും മുൻപേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യാൻ പോകുന്നൊരു പ്രത്യേക പ്രവൃത്തിയാണ്. സ്നാനത്തിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അർത്ഥം എന്താണ്? 1 കൊരിന്ത്യർ 12-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 12:13. അതെന്താ? യഹൂദനാകട്ടെ, യവനനാകട്ടെ, ദാസനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്നു. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് യഹൂദന്മാരെയും യവനന്മാരെയും ദാസന്മാരെയും സ്വതന്ത്രന്മാരെയും എല്ലാവരെയും കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം. അത് ആരംഭിക്കുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. ദൈവത്തിൻ്റെ സഭ ആരംഭിക്കുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. അപ്പോൾ അതാണ് പെന്തക്കോസ്ത് നാളിൻ്റെ വേദശാസ്ത്രപരമായിരിക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം പ്രാധാന്യം മനസ്സിലാക്കാതെ പെന്തക്കോസ്ത് നാളിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇനി രണ്ടാമത് പെന്തക്കോസ്ത് നാളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് നാളിൻ്റെ പ്രാധാന്യമാണ്. പെന്തക്കോസ്ത് നാളെന്ന് പറഞ്ഞാൽ എന്താ? പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് യഹൂദന്മാർക്ക് 7 പെരുന്നാളുകളാണ് ഉണ്ടായിരുന്നത്. യഹൂദന്മാർക്ക് 7 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. പെസഹ പെരുന്നാൾ, അതിനുശേഷം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അതിനുശേഷം ആദ്യഫല പെരുന്നാൾ, പിന്നീട് വാരോത്സവത്തിൻ്റെ പെരുന്നാൾ, അതിനുശേഷം കാഹളത്തിൻ്റെ പെരുന്നാൾ, അതിനുശേഷം മഹാപാപപരിഹാര ദിവസത്തിൻ്റെ പെരുന്നാൾ, പിന്നീട് കൂടാര പെരുന്നാൾ. അങ്ങനെ 7 പെരുന്നാളുകൾ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 പെരുന്നാളുകൾ പ്രത്യേകമായിട്ട് പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ചാൽ, ലേവ്യ പുസ്തകം അങ്ങനെ സാധാരണ വായിക്കുന്നൊരു പുസ്തകമല്ലേ? ലേവ്യ പുസ്തകം വായിക്കാറുണ്ടോ? അവിടെ ലേവ്യ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കറിയാം, യഹൂദന്മാർ 3 പെരുന്നാളുകൾക്ക് വരണമെന്നത് നിർബന്ധമാണ്. ആരോഗ്യമുള്ള ശാരീരിക ഏബിൾ ബോഡീഡ് മെൻ ഓഫ് ഇസ്രായേൽ, ശരീരം നിങ്ങൾക്ക് രോഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ യെരുശലേമിൽ 3 പെരുന്നാളുകൾക്ക് വരണം. അത് ഒന്നാമത്തേത് പെസഹ പെരുന്നാളാണ്, രണ്ടാമത്തേത് ഈ പെന്തക്കോസ്ത് പെരുന്നാളാണ്, മൂന്നാമത്തേത് കൂടാര പെരുന്നാളാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളെന്ന് പറഞ്ഞൊരു പെരുന്നാളില്ല കേട്ടോ. പെന്തക്കോസ്ത് പെരുന്നാളെന്ന് പറഞ്ഞ പെരുന്നാളില്ല. പഴയ നിയമത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ പേര് എന്ന് പറയുന്നത് ആദ്യഫല പെരുന്നാൾ, വാരോത്സവ പെരുന്നാൾ, കൊയ്ത്ത് പെരുന്നാൾ. അങ്ങനെ 3 വ്യത്യസ്തമായിരിക്കുന്ന പേരുകളിലാണ് പെന്തക്കോസ്ത് പെരുന്നാളിനെ പഴയ നിയമത്തിൽ അറിയുന്നത്. എങ്ങനെയാണ്? പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ഗ്രീക്കാണ്, ഗ്രീക്ക് ഭാഷയാണ്. എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളില്ല. അതിൻ്റെ എബ്രായ രൂപമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
പെന്തക്കോസ് പെരുന്നാളെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ഈ വാരോത്സവ പെരുന്നാളെന്ന് പറഞ്ഞതായിരിക്കുന്ന പെരുന്നാളിന് കൊടുത്തിരിക്കുന്ന പേരാണ് പെന്തക്കോസ് പെരുന്നാളെന്ന് പറയുന്നത്. ശരി, നമുക്ക് ഈ പെന്തക്കോസ് പെരുന്നാളിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. ഈ ഇസ്രയേലിൻ്റെ പെരുന്നാളുകളെന്ന് പറയുന്നത് പ്രവചനപരമായി പ്രാധാന്യമുള്ള ക്രമീകരണമാണ്. പെരുന്നാളുകൾ എന്ന് പറയുന്നത് പെരുന്നാളുകൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പെരുന്നാളുകൾ പ്രവചനപരമായി പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ ദൈവവുമായുള്ള ബന്ധത്തിലുള്ള ജീവിതം എന്ന് പറയുന്ന ഒരു ആഘോഷമാണ് കേട്ടോ. ഇന്ന് നമുക്കങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കുറവാണ്. അക്ഷരീകമായിരിക്കുന്ന ഈ ആഘോഷമാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. 7 പെരുന്നാളുകൾ. ക്രിസ്തീയ ജീവിതവും ആത്മീയ ജീവിതവും ഒക്കെ എങ്ങനെയാണ് മക്കളെ? ഭയങ്കര ബോറാണ് അല്ലേ? ഇരിക്കാൻ പറ്റുമോ, പിടിക്കാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ? എൻ്റെ പൊന്നെ, ഒരു പരിപാടിയില്ല, ഒരു രസവുമില്ലാത്ത പരിപാടിയാന്നാ. നിങ്ങൾ യഹൂദന്മാരുടെ പരിപാടികൾ നോക്കി അറിയാം. 7 പെരുന്നാളുകൾ, ഒരു വർഷത്തിൽ 7 പെരുന്നാൾ. ഈ പെസഹ പെരുന്നാളെന്ന് പറയുന്നത് ഒരാഴ്ച കേട്ടോ. ഒരാഴ്ച മുഴുവനും പെസഹ കഴിഞ്ഞതിന് ശേഷം പുളിപ്പില്ലാത്തപ്പത്തിന് പെരുന്നാളെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൂടെ പെരുന്നാളാണ്. എൻ്റെ പൊന്നെ, മനുഷ്യന്മാർ ക്രിസ്തീയ ജീവിതവും വിശ്വാസവും ഒക്കെ ഭയങ്കര ബോറിനാക്കി തീർത്തിരിക്കുകയാണ്. അത് ദൈവികമായിരിക്കുന്ന ഒരു പരിപാടിയല്ല. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. ഞാൻ പറഞ്ഞത് എല്ലാവരും കയ്യും കൊട്ടി പാട്ടും പാടി ഇരിക്കാവുന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ബട്ട് ദർ ഈസ് എ ജോയ്. ദൈവത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ, കർത്താവിനോട് കൂടെയുള്ള ജീവിതത്തിൽ ഒരു ആനന്ദമുണ്ട്, അതിലൊരു ആഘോഷമുണ്ട്. അത് നമ്മൾ ഒഴിവാക്കി നമുക്ക് ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾ ജീവിക്കരുത് കേട്ടോ. ചിലരുടെ ജീവിതം ഭയങ്കര ബോറാണ്. അയ്യോ, അത് ഇറ്റ്സ് എ വേസ്റ്റഡ് ലൈഫ്. അത് കഷ്ടകരമായിരിക്കുന്ന ഒരു ജീവിതമാണ്. വി ഹാവ് ടു സെലിബ്രേറ്റ് അവർ ലൈഫ് വിത്ത് ജീസസ്. കർത്താവിനോട് ചേർന്നുള്ള ജീവിതം ഒരു ആഘോഷമാണ്, ഒരു പെരുന്നാളാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പെരുന്നാളെന്ന് പറയുന്നത് പെസഹ പെരുന്നാളാണ് കേട്ടോ. പെസഹ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പൗലോസ് പറയും, നമ്മളുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യർക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ഒരു ചിത്രമാണ് പെസഹയിലൂടെ ദൈവം മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തത്. ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ച് മരണദൂതന് കടന്നു വന്നപ്പോൾ ഈ രക്തത്തിൻ്റെ അടയാളമുള്ള ഭവനങ്ങളിൽ മരണം സംഭവിക്കാതെ മരണത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. മരണത്തിൽ നിന്ന് മാത്രമല്ല വിടുവിച്ചത് കേട്ടോ, മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു. അപ്പോൾ പെസഹ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പിനെ കാണിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹ കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയോ? അതിനുശേഷം 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. പുളിപ്പില്ലാത്ത അപ്പം എന്തുവാ? പുളിപ്പ് എന്ന് പറയുന്നത് പാപത്തെ കാണിക്കുന്നതാണ്. പറഞ്ഞു, നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് സകല പുളിപ്പ് നീക്കിക്കളയണം. നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കണം 7 ദിവസത്തേക്ക്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് പാപവും എല്ലാവിധമായിരിക്കുന്ന ദുർനടപ്പും ദുർചിന്തയും ഇതെല്ലാം ഉപേക്ഷിച്ച് പാപരഹിതനായിട്ട് നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ കടപ്പെട്ട ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ പുളിപ്പും പാപവും മാലിന്യവും അതിന് സ്ഥാനമില്ല. അപ്പം അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. അതിനുശേഷമാണ് ആദ്യഫല പെരുന്നാൾ. ആദ്യഫല പെരുന്നാൾ എന്ന് പറയുന്നത് യവത്തിൻ്റെ കൊയ്ത്ത് കാലത്താണ് ഈ ആദ്യഫല പെരുന്നാൾ നടത്തുന്നത്. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട പെരുന്നാളാണ് ഈ വാരോത്സവ പെരുന്നാൾ എന്ന് പറയുന്ന ഈ പെന്തക്കോസ് പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4ാമത്തെ പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? 50-ാം ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. പെൻറ്റ കോസ്റ്റ എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം എന്ന് പറഞ്ഞാൽ പെസഹ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം 50 ദിവസം കഴിയുമ്പോഴാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ വരുന്നത്. അപ്പോൾ ഈ ആദ്യമേ ഒരു ആദ്യഫല പെരുന്നാളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യഫലത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത് യവത്തിൻ്റെ കൊയ്ത്തിൻ്റെ കാലത്താണ്. അതിൻ്റെ കൊയ്ത്ത് ആരംഭിക്കുന്നതോടുകൂടിയാണ് ആദ്യഫല പെരുന്നാൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരു 43 ദിവസം കഴിഞ്ഞിട്ടാണ് പെന്തക്കോസ്ത് പെരുന്നാൾ വരുന്നത്. ആ അവസരത്തിൽ ഈ യവത്തിൻ്റെ കൊയ്ത്തെല്ലാം അവസാനിച്ചു കേട്ടോ.
പിന്നെ ഈ പെന്തക്കോസ് പെരുന്നാളിൽ ആദ്യ ഫലവുമായി വരുന്നത് കോതമ്പാണ്. കോതമ്പിൻ്റെ കൊയ്ത്തിൻ്റെ സമയത്തുള്ളതായിരിക്കുന്ന പെരുന്നാളാണ് ഈ പെന്തക്കോസ് പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കമൻറ്റേറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആദ്യത്തെ പരിപാടി യവമാണ്, ബാർലി എന്ന് പറഞ്ഞാൽ അത് വളരെ വില കുറഞ്ഞ കാര്യമാണ്. ഇക്കാലങ്ങളിൽ ബാർലി കൊടുക്കുന്നത് യഹൂദന്മാർ തന്നെ അവർ വളരെ ദരിദ്രന്മാരായിരിക്കുന്ന ആളുകളുടെ ആഹാരമാണ് യവം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കാശുള്ള ആളുകൾ എല്ലാം കോതമ്പ് കഴിക്കുന്ന ആളുകളാണ്. അവിടെ കോതമ്പിൻ്റെ പെരുന്നാളാണ്. കോതമ്പിൻ്റെ 2 അപ്പം ഉണ്ടാക്കി പ്രത്യേകമായിട്ട് ആ പെരുന്നാളിന് ദേവാലയത്തിൽ സമർപ്പിക്കണം എന്ന് ലേവിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 അപ്പം കോതമ്പിൻ്റെ അപ്പമാണ്. അപ്പോൾ ആദ്യത്തേത് യവമാണ് എങ്കിൽ രണ്ടാമത്തേത് ഈ 2 അപ്പം ഉള്ള ഈ കോതമ്പിൻ്റെ പെരുന്നാളാണ് എന്ന് പറഞ്ഞാൽ ഈ 2 അപ്പം എന്ന് പറയുന്നത് യഹൂദന്മാരെയും ജാതികളെയും കുറിക്കുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല ഈ ജാതികളെ കുറിക്കാനായിട്ട് പറഞ്ഞു ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, പുളിപ്പുള്ള അപ്പം സമർപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി ഈ പെന്തക്കോസ് നാളിൽ മാത്രമേ ഉള്ളൂ. പെന്തക്കോസ് പെരുന്നാളിന് മാത്രമേ ഉള്ളൂ പുളിപ്പുള്ള അപ്പം എന്ന് പറഞ്ഞാൽ ജാതികളെയും യഹൂദന്മാരെയും കൂടെ ഒരുമിച്ച് ചേർത്ത് ദൈവം ഒരുക്കുന്ന ഒരു പുതിയ ക്രമീകരണത്തിൻ്റെ ആ ഒരു ചിത്രമാണ് പെന്തക്കോസ്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അത് ആദ്യ ഫല പെരുന്നാളാണ് എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് നാളിലാണ് ദൈവത്തിൻ്റെ സഭയുടെ രൂപീകരണം, ആരംഭം എന്ന് പറയുന്നത് പെന്തക്കോസ് നാളിലാണ്. ആ അവസരത്തിലാണ് ഏകദേശം 3000-ഓളം ആളുകൾ അന്ന് രക്ഷിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ സഭയായിട്ട് തീരുന്നത് ആ ദിവസത്തിലാണ്. അതതിൻ്റെ ആദ്യഫലം ആണ്. അതിന് പിന്നാലെ ഇനിയും കോടാനുകോടി മനുഷ്യർ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായി തീരുമെന്നുള്ളതായിരിക്കുന്ന സൂചനയും ആ പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാടിയിലെ ഒരു പ്രത്യേക ക്രമീകരണമായിരുന്നു. ചിത്രമായിട്ട് ദൈവം അത്ഭുതകരമായ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള സൂചന, ദൃഷ്ടാന്തം ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ 50-ാമത്തെ ദിവസം പെന്തക്കോസ് നാൾ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് പെന്തക്കോസ് നാളിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തേത് പെന്തക്കോസ് നാളിൻ്റെ പ്രാധാന്യമാണ്. പെന്തക്കോസ് നാളിൻ്റെ പ്രാധാന്യം എന്താണ്? പെന്തക്കോസ് നാളെന്ന് പറയുന്നത് ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭമാണ്, ദൈവസഭയുടെ ആരംഭമാണ്, ദൈവ ക്രമീകരണത്തിൻ്റെ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്ന ദിവസമാണ് പെന്തക്കോസ് നാൾ എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പെന്തക്കോസ് നാളിലെ സംഭവമാണ്. പെന്തക്കോസ് നാളിലെ സംഭവം എന്ന് പറയുന്നത് പെന്തക്കോസ് നാൾ കർത്താവായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു എന്നതാണ് പെന്തക്കോസ് നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഹോളി സ്പിരിറ്റ് ഹസ് ഡിസെൻഡഡ് ഇൻ ടു ദ വേൾഡ്. ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ സഭയുടെ സ്ഥാപനത്തിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു എന്നതാണ് പെന്തക്കോസ് നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ ഈ വാക്യത്തിലേക്ക് നമുക്ക് വരാം. പെന്തക്കോസ് നാൾ വന്നപ്പോൾ, പെന്തക്കോസ് നാൾ വന്നപ്പോൾ, അതാണ് ഒന്നാമത്തെ വാക്യം. പെന്തക്കോസ് നാൾ വന്നപ്പോൾ എന്ന ആ ഒരു പ്രയോഗം പോരട്ടോ, അതിനേക്കാളും കവിഞ്ഞ ഒരു വാക്കാണ് ഈ വന്നപ്പോൾ എന്ന് പറയുന്ന ആ വാക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ നിങ്ങൾ നോക്കിയാൽ പല ട്രാൻസ്ലേഷനും വ്യത്യസ്തമായിട്ടാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. വെൻ ദ ഡേയ്സ് വർ ഫുൾഫിൽഡ്, അത് പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ, അത് തികഞ്ഞപ്പോൾ, വെൻ ദ പെന്തക്കോസ് നാൾ ബിക്കെയിം കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് നാളിനെ സംബന്ധിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങളുടെ എല്ലാം പൂർത്തീകരണമായിട്ടാണ് പെന്തക്കോസ് നാളിൽ നടന്ന കാര്യങ്ങൾ എന്നാണ് ലൂക്കോസ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ശരി, പെന്തക്കോസ് നാൾ വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരാനായിട്ട് അവിടെ കൂടിയിരുന്ന ആളുകൾ എന്തോ ചെയ്തു? പ്രാർത്ഥിക്കരുത് കേട്ടോ. പ്രാർത്ഥനാ യോഗമാണെന്നുള്ള കാര്യം അതിന് മുന്നമേ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഒന്നാമത്തെ വാക്യത്തിൽ അവരെന്താ ചെയ്തത്? എന്ത് ചെയ്തു? കൂടിയിരുന്നു. അതാണ് അവർ ചെയ്ത കാര്യം. അവരിരുന്നു എന്നുള്ള കാര്യമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരാനായിട്ട് അവർ ചെയ്ത പ്രത്യേക ഏതെങ്കിലും ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നത്. അവർ ധ്യാനിച്ചിങ്ങനെ കണ്ണുമടച്ച് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നുമില്ല.
അവരിരുന്നു, അത്രേ ചെയ്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നതിന് വേണ്ടി അവിടെ ഇരുന്ന ആളുകൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്തില്ല. അവർ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കൃത്രിമമായ അന്തരീക്ഷം സൃഷ്ടിച്ചില്ല. ഞാൻ ഇങ്ങനെ കാത്തിരിപ്പ് യോഗങ്ങൾക്കൊക്കെ പോയിട്ടുള്ള ഒരാളാണ്, കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെറുതെ ഇരുന്ന അവരുടെ ആശയം മനസ്സിൽ പരിശുദ്ധാത്മാവ് വരികയില്ല, വെറുതെ എന്താ വരികയില്ല. നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിനെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുക. വളരെ കാത്തിരിപ്പ് നയിക്കുന്ന ആൾക്കാർ പറയും, കുഞ്ഞെ ഇങ്ങനെ ഒന്നും ഇരുന്നായിരുന്നു, പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. നീ കണ്ണങ്ങോട്ട് അടയ്ക്കണം, ഇറുക്കി അടയ്ക്കണം, എന്നിട്ടങ്ങനെ പാട്ടുകൾ പാടി ഈ തമ്പാറിൻ്റെ ശബ്ദം അങ്ങോട്ട് ഉയർത്തി അങ്ങനെ ഇരിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല കേട്ടോ. അവിടെ ഇരുന്ന ആളുകൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല പരിശുദ്ധാത്മാവ് വന്നത്. അവരിരുന്നു, പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് പറയുന്നത്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ വർക്ക് ഓഫ് ഗോഡ് വിത്ത് റിഗാർഡ് ടു വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ഡേ ഓഫ് പെന്റിക്കോസ്റ്റ്. മനുഷ്യരാരും നിർമ്മിച്ചതല്ല. അവിടെ ശബ്ദം ഉണ്ടായി കേട്ടോ, ശബ്ദം. ആരുണ്ടാക്കിയ ശബ്ദമാണ്? അവിടെ ഇരുന്ന ആളുകളെല്ലാം അവിടെ ഭയങ്കര വായില് ശബ്ദം ഉണ്ടാക്കി, ആളുകളെല്ലാം അവിടെ തമ്പാറടിച്ച് ഭയങ്കര ബഹളമായി. അയലോകക്കാരെ ഒന്നും കിടക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഉണ്ടായ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്ത കാര്യമാണ്. ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിച്ചത്, ഇറ്റ് ഈസ് എ ഡിവൈൻ സോവറിൻ ആക്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നത് ദൈവം തന്നെ ചെയ്ത കാര്യമാണ്, അല്ലാതെ മനുഷ്യർ ചെയ്ത എന്തെങ്കിലും പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ച കാര്യമല്ല. അവർ പ്രാർത്ഥിച്ചു എന്നൊക്കെയുള്ള കാര്യം ശരിയാണ് കേട്ടോ. എന്നാൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായി അവരുടെ കണ്ടീഷൻ മീറ്റ് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നതായിരിക്കും ക്രമീകരണമല്ല. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അപ്പോഴിവിടെ 3 കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവർക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം. അങ്ങനെ 3 കാര്യങ്ങൾ. ഇറ്റ് ഈസ് എ സൗണ്ട് ദാറ്റ് ദേ ഹേർഡ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ദേ സോ, ആൻഡ് ദെൻ സംതിങ് ഹാപ്പൻഡ് വിത്ത് റിഗാർഡ് ടു ദർ സ്പീച്ച്. അവർ പറഞ്ഞ കാര്യം. അങ്ങനെ 3 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ലൂക്കോസ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുമിച്ച് കൂടി ഇരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ആകാശത്ത് നിന്ന്, ആകാശം എന്ന് പറഞ്ഞ പരിഭാഷ പോലെ കേട്ടോ. ആകാശം, ഉറാനോസ് എന്ന് പറയുന്ന വാക്ക് അതെങ്ങനെ പരിഭാഷ എന്നറിയാമോ? സ്വർഗം എന്ന പരിഭാഷപ്പെടുത്തുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ മുഴക്കമുണ്ടായിന്നാ. ഈ മുഴക്കം സ്വർഗത്തിൽ നിന്നാണ് എങ്കിൽ അതിന് നേരെ മുൻപിലുള്ള അധ്യായത്തിൽ സ്വർഗത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ സംഭവിച്ചത്? കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. അവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് കയറിപ്പോയി. അപ്പം സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി എന്ന് പറയുമ്പോൾ തൻ്റെ വാഗ്ദാനത്തിന് നിവൃത്തിയായിട്ട് ദൈവം കർത്താവായ യേശു ക്രിസ്തു തന്നെ ചെയ്യുന്ന കാര്യമാണ്. പിതാവിൻ്റെ വലത്ത് ഭാഗത്തു നിന്ന് പിതാവിനോട് വാങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച ദൈവം, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. അത് കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ വാങ്ങി ഈ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഒരു സംഭവമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലുള്ള ശബ്ദം. ഇത് കാറ്റല്ല കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ലൂക്കോസ് ഈ കാര്യത്തിൽ പങ്കെടുത്ത ഒരാളല്ല. ലൂക്കോസിന് പെന്തക്കോസ്ത് നാളിൽ അവിടെ അവരുടെ 120 പേരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല ലൂക്കോസ്. അവിടെ ലൂക്കോസ് എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞത്? ഞാൻ എൻ്റെ ഒരു സങ്കല്പം പറയുകയാണ്. എങ്ങനെ അറിഞ്ഞതെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല. ഇതിൽ പങ്കെടുത്തിയ ആളുകളോട് ഇദ്ദേഹം ഇത് ചോദിച്ചാൽ കേട്ടോ. അതാണ് ലൂക്കോസിൻ്റെ ഒരു രീതി. ഹീസ് എ പേഴ്സൺ ഹു ഡസ് റിസർച്ച്. അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്. അത് ആ കാര്യത്തെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ലൂക്കോസ് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാരോട് ചോദിച്ചു, എൻ്റെ പൊന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ സംഭവം, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇത്. അപ്പോൾ അവർക്കിതുള്ള പറഞ്ഞ് വിവരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായി കേട്ടോ. അവർ പറഞ്ഞിട്ട് ഭയങ്കര ശബ്ദമുണ്ടായി. ആ ശബ്ദത്തെ എങ്ങനെ വിവരിക്കണം ഞങ്ങൾക്കറിയത്തില്ല. ഒരു ഭയങ്കര കൊടുങ്കാറ്റ് അടിക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രകമ്പനമുണ്ടല്ലോ, അതിനോട് സമാനമായ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു കാര്യം അവിടെ നടന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊരു സാദൃശ്യമാണ്, അല്ലാതെ
അവരിരുന്നപ്പോൾ പെട്ടെന്ന് കാറ്റടിച്ചു എന്നല്ല കേട്ടോ. കൊടുങ്കാറ്റ് സ്ഥലത്തൊന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെയാ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം, ഒരു മുഴക്കം ആകാശത്ത് നിന്ന് ഉണ്ടായി. എന്ത് പറഞ്ഞു? അത് അവരിരുന്ന വീട് മുഴുവനും നിറച്ചു എന്ന് പറഞ്ഞു. ശബ്ദം എങ്ങനെ നിറയ്ക്കുന്നേ? ഓക്കെ, ശബ്ദമുണ്ട്, വലിയ മുഴക്കം ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ഇരുന്ന വീട് മുഴുവൻ. അപ്പോൾ മുഴക്കം ഇങ്ങനെ വന്നതിന് ശേഷം ആ വീട് മുഴുവനും അത് നിറച്ചു. ശബ്ദം വീട് മുഴുവനും നിറച്ചു. അത് വിവരിക്കാനാവാത്തൊരു പരിപാടിയാണ് അല്ലേ? ഇറ്റ്സ് എ വെരി അമേസിങ് തിങ്. ദ ഹോൾ പ്ലേസ് വാസ് ഫിൽ. ഒരു പക്ഷേ അത് ദൈവിക പ്രത്യക്ഷതകളിൽ ദൈവം ചെയ്ത മുൻകാല കാര്യങ്ങളുമായിട്ടൊരു ബന്ധമുള്ള കാര്യമാണ്. അപ്പം യെശയ്യാ പ്രവാചകൻ 6-ാമത്തെ അധ്യായത്തിൽ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. എന്നിട്ട് അതിന് താഴെ പറയുന്നുണ്ട്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പൽ കൊണ്ട് ആ മന്ദിരം മുഴുവനും നിറഞ്ഞിരുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവനയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം ഒരിടത്തേക്ക് വരുമ്പോൾ പിന്നീട് വേറൊന്നിനും സ്ഥലമില്ല. ഹീ ഫിൽസ് ദ ഹോൾ പ്ലേസ്. അവൻ സകലത്തെയും നിറയ്ക്കുന്ന ദൈവമാണ്. ഞാൻ പറയാം, അതിൽ നിന്നൊരു പ്രമാണം കൂടെ ഞാൻ പറയാം കേട്ടോ. ദൈവത്തെ സ്വീകരിക്കുന്ന ആളുകൾ ദൈവത്തെ എവിടെ വരെയാണ് സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഫിലിപ്പ് വരാ ഒരു കൊച്ചു സ്ഥലം കൊടുക്കും കർത്താവിന്. കർത്താവ് ഇവിടെ ഇരുന്നോളൂ എന്ന്. അങ്ങനെയല്ലയോ ജോയലേ? കർത്താവിന് ഇരിക്കാനായിട്ട് നമ്മളൊരു സ്ഥലമൊക്കെ കൊടുക്കും. ബാക്കി സ്ഥലം ആർക്കാണ്? എൻ്റെ പൊന്നെ, എന്തെല്ലാം പരിപാടിക്കാണ് ബാക്കി. The rest of the place is filled with so many other things. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിലൊക്കെ കാണുന്നൊരു പ്രത്യേകത എന്നറിയാം. when he comes he fills. കർത്താവ് വരുമ്പോൾ നിറയ്ക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ പറയാം, he needs to be filling our lives. നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കുന്ന ഒരനുഭവമായിട്ട് വേണം ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധമെന്ന് പറയുന്നത്. സകലത്തെയും നിയന്ത്രിക്കുന്ന, എവറിഥിങ് ഈസ് ഡിസൈഡഡ് ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേർഡ് ബൈ ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവാണ് പിന്നീട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. വീട് മുഴുവനും നിറച്ചിട്ടോ. when God comes, there is no place left for anything else, but God can be set away. ദൈവത്തെ മാറ്റി നിർത്തുവാനായിട്ട് നമുക്കൊരിടം, ആ നിലയിൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ, ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുവാനായിട്ട് അങ്ങനെ ഒരു ക്രമീകരണം ഇല്ല കേട്ടോ. ദൈവവും വേണം. ഒരിക്കലും ഒരു സ്ത്രീയെ, കത്തോലിക്ക സ്ത്രീയാണ് കേട്ടോ, അവരെ ഇങ്ങനെ ഓരോ ഇടത്ത് നേർച്ച അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഗീവറീസ് പുണ്യാളൻ്റെ അടുത്ത് വന്നു. ഗീവറീസ് പുണ്യാളൻ്റെ അടുത്ത് ഗീവറീസ് പുണ്യാളിന് ഒരു നേർച്ച കൊടുത്തു. പിന്നെ സർപ്പത്തിൻ്റെ വായിലോട്ട് വെച്ച് കൊടുത്തിട്ട് കാശ്. അവ കണ്ടു ചോദിച്ചു, അയ്യോ എന്തിന് സർപ്പത്തിൻ്റെ കൊടുത്ത്? അറിയാനോ കൂടെ നരകത്തിലായിരുന്നെങ്കിൽ സർപ്പം കടിക്കാതിരിക്കുന്നത്. നരകത്തിലെ ചെല്ലുന്നെങ്കിൽ സർപ്പത്തിനും വേണ്ട കൊടുക്കണം ഇച്ചിടെ കാര്യം. എൻ്റെ പൊന്നെ, ആ നിലയിലാണ് പല ആളുകളും ക്രിസ്തീയ ജീവിതത്തെ കാണുന്നത്. എല്ലാം കൂടെ പിടിച്ചിട്ട് ഏതാ ജയിക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ? നോ, അത് ദൈവിക പരിപാടിയല്ല. ഹി ഫിൽസ് എവറിത്തിങ്. അതാണ് ദൈവത്തിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശബ്ദം, മുഴക്കം, കാറ്റ് എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ ഒരു പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുള്ള സൂചകമായിട്ട് തന്നെ കാറ്റിനെ ഉപയോഗിച്ചിട്ടുണ്ട്. കാറ്റ് പോലെ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഏതായാലും ശരി, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ ശബ്ദത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക്. അന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഇറ്റ്? It's like it's a tongue of fire, like a tongue of fire. ഒരു വലിയ അഗ്നിനാളം എന്ന് പറയാനൊക്കത്തില്ല, അഗ്നിനാളം പോലെ ഒരു കാര്യം വന്നതിന് ശേഷം ഇത് വിഭജിച്ചിരിക്കുന്ന, പിളർന്നിരിക്കുന്ന നാവുകൾ. We don't know sure. ഞങ്ങൾ പെന്തക്കോസ്ത് എന്ന് പറയുന്ന പെന്തക്കോസ്ത് നാൾ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഷോ ഒരിക്കൽ കാണാൻ പോയി. അപ്പോൾ അവരത് പ്രദർശിപ്പിച്ച എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു വലിയ തീനാളം ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതുപോലെ കാണിക്കുന്നു. അതിനുശേഷം അത് സ്പ്ലിറ്റ് ചെയ്ത് ഇരിക്കുന്ന 120 പേരുടെ മേൽ ഓരോന്നായിട്ട് ഇങ്ങനെ പതിയുന്നു. അങ്ങനെ ആയിരിക്കാം, മേ ബി, ഐ ഡോണ്ട് നോ. നമുക്കറിയില്ല. കാരണം വെച്ചാൽ അതുപോലെയൊന്നുമില്ല പറഞ്ഞേക്കുന്നേ.
ഏതായാലും ശരി, അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നി എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിൻ്റെ ഒരു ക്രമീകരണമാകട്ടെ. ന്യായവിധിയും അതിനകത്തുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, മനുഷ്യപുത്രൻ അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ വരുന്ന മശിഹ അവൻ വെള്ളത്തിലും തീയിലും സ്നാനം കഴിപ്പിക്കും. തീ എന്ന് പറഞ്ഞത് ന്യായവിധിക്കുള്ളൊരു സൂചനയാണ്. അതുപോലെ തന്നെ ഈ തീ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ യെശയ്യാ പറഞ്ഞ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞല്ലോ. 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദർശനം കണ്ട് നടുങ്ങി നിൽക്കുന്ന പ്രവാചകൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടുവല്ലോ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ അശുദ്ധിയുള്ള അതരങ്ങളുള്ളൊരു മനുഷ്യനാണ്, എനിക്ക് എങ്ങനെ ദൈവത്തെ സമീപിക്കുവാനായിട്ട് സാധിക്കും? അപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദൂതൻ അവിടെ ഉണ്ടായിരുന്ന യാഗപീഠത്തിൽ നിന്ന് ഒരു കനൽ എടുത്ത് ഈ പ്രവാചകൻ്റെ നാവിൽ സ്പർശിച്ചു, അതുകൊണ്ട് നീ ശുദ്ധിയുള്ളവനായിട്ട് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമായിരിക്കാം. ഇറ്റ് ഷോസ് പ്യൂരിഫിക്കേഷൻ, മനുഷ്യരെ ശുദ്ധീകരിക്കുന്ന, അവരുടെ പാപത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന ആ ദൈവക്രമീകരണത്തിൻ്റെ ഒരു ചിത്രമായിരിക്കാം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അതിനുശേഷം സംഭവിച്ച കാര്യമാണ് ഒരു പക്ഷേ ഏറ്റവും നമ്മളുടെ ശ്രദ്ധയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ അത് പറഞ്ഞില്ലല്ലോ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവിടെ ഇരുന്ന് എല്ലാ ആളുകളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാന പ്രവൃത്തിയായിട്ട് പറഞ്ഞത് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കുമെന്നുള്ള കാര്യമാണ്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുന്നില്ല. പരിശുദ്ധാത്മ സ്നാനം അവർക്ക് ലഭിച്ചു എന്ന കാര്യം പറയുന്നില്ല. എന്നാൽ അവർക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു എന്നുള്ളത് അന്ന് സംഭവിച്ച കാര്യമാണ് എന്നത് അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്. ഈ അന്യഭാഷ സംസാരിക്കുന്ന കൊർന്നല്യോസിൻ്റെ ഭവനത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദിയിൽ നമ്മളുടെ മേൽ വന്നതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേലും വന്നു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞ കാര്യം കർത്താവ് പറഞ്ഞ കാര്യം ഞങ്ങൾ ഓർത്തു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞ പ്രസ്താവന ഞങ്ങൾ ഓർത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്നാനം ലഭിക്കും എന്നുള്ള കാര്യം 2-ാമത്തെ അധ്യായത്തിൽ സംഭവിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് ആ പ്രസ്താവനയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മ സ്നാനം നടന്നു എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിൽ ലൂക്കോസ് നൽകുന്ന ഊന്നൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നിറവിനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞു. അവിടെ ഇരുന്ന 120 പേര് എല്ലാവർക്കും കിട്ടിയിട്ടോ. അത് ഞാൻ പെന്തക്കോസ്ത് സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 100 പേര് കാത്തിരുന്നാൽ എത്ര പേർക്ക് കിട്ടും പരിശുദ്ധാത്മാവ്? എത്ര കിട്ടും? 1-2 പേർക്ക് കിട്ടിയാൽ ഭാഗ്യം. 1-2 പേർക്ക് കിട്ടിയാൽ ഭാഗ്യം. ഞാൻ കാത്തിരുന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കാത്തിരുന്നപ്പോൾ എനിക്കൊരു ആട്ടം പോലെ വന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. എൻ്റെ ചേട്ടനൊക്കെ കാത്തിരുന്നു. അവിടെ ഒരു 10-25 പേര് കാത്തിരുന്നപ്പോൾ ചേട്ടനും കിട്ടി, എൻ്റെ പെങ്ങൾക്കും കിട്ടി. 2 പേർക്ക് കിട്ടി, ബാക്കിയുള്ള ആർക്കും കിട്ടിയില്ല. അയ്യോ, അത് ഞാൻ പരിഹസിക്കുകയാണെന്ന് വിചാരിക്കരുത്. അത് പെന്തക്കോസ് അല്ല കേട്ടോ. പെന്തക്കോസ് നാളിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർക്കെല്ലാവർക്കും കിട്ടി, ഒരു വ്യത്യാസമില്ല. അവരെന്തെങ്കിലും പ്രത്യേകത ചെയ്തുകൊണ്ടല്ല, കൂടുതൽ വിശുദ്ധനായിരുന്നത് കൊണ്ടല്ല, അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അങ്ങനെ ചെയ്യാനാണ് തീരുമാനിച്ചത് എന്നതുകൊണ്ടാണ്. എല്ലാവർക്കും ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ ഒരു പ്രാവശ്യം കൂടെ അതൊരു കൽപ്പനയായിട്ട് നമ്മൾ എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന് 18-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടല്ലേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമാകട്ടോ. അപ്പോൾ അതാണ് എൻ്റെ 1-ാമത്തെ കാര്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ എങ്ങനെയാണ് നിറയുന്നത്? പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിൽ വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമാണ്.
ദൈവഭക്തന്മാരായ ആളുകളെക്കുറിച്ച് പിന്നീട് ലൂക്കോസ് പറയുന്ന കാര്യമുണ്ട് കേട്ടോ. 6-ാമത്തെ അധ്യായത്തിൽ അവിടെ ഡീക്കൻസിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഉള്ള അവസരത്തിൽ പറഞ്ഞു അവരുടെ യോഗ്യത എന്താണെന്ന് അറിയാമോ? അവർ ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞ 7 പേരെയാണല്ലോ അല്ലേ അവരെ ഡീക്കന്മാരായിട്ട് തിരഞ്ഞെടുത്ത്. അവിടെ ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആളുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ആളുകളാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്, അവരെ നയിക്കുന്നതും നടത്തുന്നതും പരിശുദ്ധാത്മാവാണ്. അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് പറയുന്ന ആൾക്കാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും വേണ്ടി നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് അവരെക്കുറിച്ച് പറയാൻ ഒക്കത്തില്ല കേട്ടോ. പരിശുദ്ധാത്മ നിറവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കുമ്പോൾ അറിയാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു, അപ്പോൾ അവർ അന്യഭാഷ സംസാരിച്ചു എന്നല്ല. പിന്നീട് അന്യഭാഷ സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ഇവിടെ മാത്രമേ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, അന്യഭാഷ പറഞ്ഞു എന്ന് പറയുന്നുള്ളൂ. മറ്റു ഭാഗങ്ങളിൽ പറയുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അവർ ധൈര്യത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാ നിറവിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വചന പ്രഘോഷണത്തിനായിട്ടുള്ള ധൈര്യം പകരുക എന്നത് പരിശുദ്ധാത്മ നിറവിൻ്റെ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. വചനഘോഷണത്തിനുള്ള ധൈര്യമെന്ന് മാത്രമേ പറയാൻ നോക്കുകയുള്ളൂ. ഞാൻ വിചാരിക്കുന്നു ക്രിസ്തീയ വേലയ്ക്കും ശുശ്രൂഷകൾക്കുമുള്ള ധൈര്യവും പ്രയോജനവും ഒക്കെ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരികയായിരുന്നു, നാം ദൈവവേല ചെയ്യുന്നത് എങ്ങനെയാണ്? അയ്യോ, അതിനുള്ള കരുത്തും ശക്തിയും ഉണർവും ഉത്സാഹവും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരണം എന്നൊരു നിർബന്ധം ദൈവമക്കൾക്ക് അനിവാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? എനിക്ക് ചെയ്യാൻ കഴിവുണ്ടല്ലോ, ഞാൻ എഴുന്നേറ്റ് നിന്നാൽ ഉടനെ പ്രസംഗം വരും, എനിക്ക് പ്രസംഗിക്കാൻ കഴിവുള്ളയാളാണ്. അങ്ങനെ പ്രസംഗിക്കുന്നത് അപകടമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകൾ പറയണമെന്നുള്ള നിർബന്ധം ദൈവമക്കൾക്ക് ആവശ്യമാണ്. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആളുകൾ ആയിരുന്നു. പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത് അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവിടെ എൻ്റെ പെന്തക്കോസ്ത് സഹോദരന്മാരൊക്കെ പറയും അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങിയെന്നാ, അല്ലാതെ അന്യഭാഷ സംസാരിച്ച് നിർത്തിയെന്നല്ലെന്ന് അവർ പറയും. അങ്ങനെ തുടങ്ങി എന്നാണ് അതിൻ്റെ വാക്ക്. ശരിയാകട്ടോ, അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ച് കാര്യം അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അവർ പഠിക്കാതെ മറ്റുള്ളവരുടെ ഭാഷയിൽ സംസാരിക്കാനുള്ള പ്രത്യേകമായ ആ ഒരു കഴിവാണ് അന്യഭാഷയിലൂടെ അവർക്ക് കിട്ടിയത്. അന്യഭാഷ ബൈബിളിൽ പറയുന്ന അന്യഭാഷയാണ് എങ്കിൽ അത് ഞാൻ കോയിൻ ചെയ്തൊരു പ്രസ്താവനയാണ് എങ്കിലും എനിക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിലും എനിക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടു. അന്യഭാഷയല്ലെങ്കിൽ അന്യഭാഷയല്ല, അതാണ് പ്രസ്താവന. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ചറവറ പറഞ്ഞാൽ അത് അന്യഭാഷയാവത്തില്ല കേട്ടോ. എഴുന്നേറ്റ് നിന്ന് ചെടി വായി തോന്നുന്നത് പോലെ ഒക്കെ അങ്ങ് പറഞ്ഞു, ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞു. അതൊരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞ കാര്യമേ ഉള്ളൂ. അന്യഭാഷയല്ലെങ്കിൽ അന്യഭാഷയല്ല. അന്യഭാഷ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ കഴിയുന്ന, അവർ സംസാരിക്കുന്ന, എന്നാൽ ഞാൻ പഠിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ ആണ്. അങ്ങനെ തന്നെയാണോ ജോലി? അങ്ങനെയാണോ? താഴെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചില്ല, വായിച്ചാൽ അത് വളരെ വ്യക്തമാകും. ഓരോരുത്തൻ നമ്മൾ ജനിച്ച ഭാഷയിൽ ഇവർ സംസാരിച്ച് കേൾക്കുന്നതെങ്ങനെ എന്ന് ചോദിച്ചു. 18 ഭാഷക്കാരുണ്ട് കേട്ടോ ഇവിടെ, 18 ഭാഷക്കാരുണ്ട്. അവർ ഈ സംസാരം കേട്ടപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ഓരോരുത്തൻ ജനിച്ച ഞങ്ങളുടെ ഭാഷയിൽ ഗലീലക്കാരായിരിക്കുന്ന ഇവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവർ
ഈ ഭാഷ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അവർ പഠിച്ച അവരുടെ സ്വന്തം ഭാഷയാണ്. പക്ഷേ ഇവർക്ക് ഈ ഭാഷ അറിയാൻ വയ്യാത്ത ഇവർ എങ്ങനെയാണ് ഈ ഭാഷ പറയുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നതാണ്. ഞാനതൊന്ന് അടിവരയിട്ട് പെന്തക്കോസ്ത് സഹോദരന്മാരോട് പറയാം. അന്യഭാഷയുടെ അത്ഭുതം പഠിക്കാത്തൊരു ഭാഷ പറയാനുള്ള കഴിവാണ്. അന്യഭാഷയുടെ അത്ഭുതം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എഴുന്നേറ്റ് എനിക്ക് ഏത് ഒരുപാട് അന്യഭാഷ ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് പല ആളുകളുടെ അന്യഭാഷ എനിക്ക് പറയാൻ പറ്റും. ഞാനങ്ങനെ പറയുന്ന ഒരാളാണ്. അല്ലാതെ അതുപോലെ എന്നോടൊപ്പം ഡ്രൈവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, എന്തെങ്കിലും അബദ്ധം വരുന്നുണ്ട് എനിക്ക് അന്യഭാഷ വരും. പണ്ട് മനസ്സിൻ്റെ ബാഗിൽ കിടക്കുന്ന കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ പറയും. എൻ്റെ പൊന്നെ, അത് അന്യഭാഷയല്ലെന്ന്. അത് മനുഷ്യർക്ക് ചുമ്മാതെ പറയാൻ പറ്റുന്ന കാര്യം, അതിലൊരു അത്ഭുതവുമില്ല. അന്യഭാഷ അത്ഭുതമായിരിക്കുന്നത് പഠിക്കാത്തൊരു ഭാഷയിൽ ആശയവിനിമയം ചെയ്യുവാൻ ദൈവം അത്ഭുതകരമായി അവരെ പ്രാപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ജർമ്മൻ പഠിക്കാത്ത ഞാൻ എഴുന്നേറ്റ് നിന്ന് ജർമ്മൻ ഭാഷയിൽ സംസാരിച്ചാൽ ഞാൻ എത്ര എക്സൈറ്റഡ് ആയാലും അത് പറ്റില്ല കേട്ടോ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ആ കഴിവെനിക്ക് തന്നെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അന്യഭാഷയുടെ അത്ഭുതം, അന്യഭാഷകളിൽ പഠിക്കാത്ത ഭാഷകളിൽ സംസാരിക്കുവാനായിട്ടുള്ള പ്രാപ്തി ദൈവം അത്ഭുതകരമായി ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനിയും അന്യഭാഷയും 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യവുമായുള്ളൊരു ബന്ധവും കൂടെ പറയാനേ എനിക്ക് സമയമുള്ളൂ. 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യം എന്താ? 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അവിടെ ഈ പറഞ്ഞ പരിപാടി, ഈ ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളാകുമെന്ന് പറഞ്ഞ പരിപാടിയുടെ ഒരു ചിത്രമാണ് പെന്തക്കോസ്ത് നാളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ലോകത്തിൻ്റെ അറ്റത്ത് നിന്ന് വന്ന ആളുകളാണ് ഈ പറയുന്നതായിരിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ അറ്റത്ത് നിന്ന് വന്നതായിരിക്കുന്ന ആളുകളാണ്. അവർ ഇറാനിൽ നിന്നുള്ള ആളുകളുണ്ട്, ഇറാഖിൽ നിന്നുള്ള ആളുകളുണ്ട്, പിന്നീട് ഈജിപ്തിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകളുണ്ട്, റോമിൽ നിന്നുള്ള ആളുകളുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്. അവർക്ക് വ്യത്യസ്തമായിരിക്കുന്ന ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. അന്യഭാഷ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഭാഷകളിലൊക്കെ ആളുകൾ സംസാരിക്കാനായിട്ട് തുടങ്ങി. അവരൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ അവരുടെ ഭാഷയിൽ കേൾക്കാൻ സംഗതിയായി. അതിനെക്കുറിച്ച് ഒരു കമൻറ്റേറ്റർ പറഞ്ഞ കാര്യം എനിക്കിഷ്ടമായി. പെന്തക്കോസ്ത് നാളിലെ അന്യഭാഷ യഥാർത്ഥത്തിൽ പ്രവചനമാണ്. കാരണം എന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്ത് നാളിൽ നടന്നത് പ്രവചനമാണ് എങ്കിൽ ഒരു ഭാഷയിലേ സംസാരിക്കുകയുള്ളൂ. 18-20 ഭാഷക്കാരുള്ളപ്പോഴെങ്ങനെയാണ് അവർക്കെല്ലാം അത് മനസ്സിലാവുന്നത്? അവർക്ക് മനസ്സിലാവില്ല. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ 18 ഭാഷകളിലല്ല 20 ഭാഷകൾ സംസാരിച്ചപ്പോൾ 20 ഭാഷക്കാർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് കൺഫ്യൂഷൻ, ഇറ്റ് വാസ് ആക്ച്വലി ക്ലാരിറ്റി. ദൈവത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ആളുകളെല്ലാം കൂടി ഇരുന്ന് ശബ്ദമുണ്ടാക്കിയതല്ല. ലോകത്തിൻ്റെ അറ്റത്ത് നിന്ന് വന്നതായിരിക്കുന്ന ഈ ആളുകൾ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ കേൾക്കുവാൻ കഴിയും വിധത്തിൽ അവരോട് വ്യക്തിപരമായി ദൈവം സംസാരിച്ചതാണ്. സോ ഇറ്റ് വാസ് വെരി ക്ലിയർ ടു ദം. അവരോട് വളരെ വ്യക്തമായി സംസാരിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വ്യക്തമായ രീതിയിൽ ലോകത്തിൻ്റെ അറ്റം വരെയും പോയി കർത്താവിന് സാക്ഷികളായി തീരുക എന്ന് പറയുന്ന കാര്യമാണ്. കർത്താവിന് സാക്ഷ്യം പറയുക എന്ന് പറയുന്ന കാര്യമാണ് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതാണ്. ഈ മനുഷ്യരെ ഒക്കെ സുവിശേഷം കിട്ടും കേട്ടോ. ഈ പറയുന്ന 18-20 ഭാഷകൾ സംസാരിക്കുന്നതായിരിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ അവരുടെ ഭാഷയിൽ കേൾക്കാനായിട്ടിടയായി തീർന്നു. ഒരുപക്ഷെ അവർക്ക് പത്രോസിൻ്റെ പ്രസംഗം മനസ്സിലാക്കാനായിട്ട് അതിൽ മിക്ക ആളുകൾക്കും കഴിയുമായിരുന്നു, അല്ലെങ്കിൽ പലർക്കും കഴിയുമായിരുന്നിരിക്കും. അപ്പം അങ്ങനെയാണ്. അതിനുശേഷം റോമിൽ ആരാ ദൈവത്തിൻ്റെ സഭ തുടങ്ങിയേ? കർത്താവിൻ്റെ സഭ ആരാ തുടങ്ങിയേ? നമുക്കറിയില്ല. ഒരുപക്ഷെ പെന്തക്കോസ്ത് നാളിൽ
അവിടെ വന്ന് പത്രോസിൻ്റെ പ്രസംഗം കേട്ട പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തിൽ പങ്കാളികളായിത്തീർന്ന അതിൽ രക്ഷിക്കപ്പെട്ട ആളുകളായിരിക്കാം, അങ്ങനെയുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ലോകമെമ്പാടും സുവിശേഷം എത്തിക്കുന്നതിനുള്ള ഒരു മുഖാന്തരമായിട്ടാണ്, സാക്ഷികളായി തീരുക എന്ന് പറയുന്നതിൻ്റെ ഒരു മുഖാന്തരമായിട്ടാണ് അന്യഭാഷ ആ അവസരത്തിൽ കൊടുത്തപ്പോൾ. അന്യഭാഷയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് കൊടുത്തത്. ഒരു കാര്യം കൂടി ഞാൻ അതിനെക്കുറിച്ച് പറയാം. ബാബേൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ബാബേൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ബാബേൽ എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും കൂടി ദൈവത്തിനെതിരെ നിൽക്കാൻ തീരുമാനിച്ചതാണ്. പ്രളയം വന്ന ആളുകളെല്ലാം ചത്തുപോയി. അത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെല്ലാം വീണ്ടും പെരുകി കഴിഞ്ഞപ്പം ആൾക്കാരെല്ലാവരും കൂടെ തീരുമാനിച്ചു, പ്രളയം വരാനുള്ള കാരണം എന്താ? ദൈവത്തോട് മത്സരിച്ചതാണ്. നമ്മളിനി ദൈവത്തോട് മത്സരിക്കുന്നില്ല, നമ്മൾ മര്യാദയായിട്ട് ജീവിക്കാൻ പോവുക, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇനി വരാൻ പാടില്ല. അങ്ങനെയാണോ തീരുമാനിച്ചത്? അല്ലെന്നേ. നമ്മൾ ദൈവത്തിനെതിരെ ജീവിക്കും, പാപം ചെയ്യും, പക്ഷേങ്കിൽ പ്രളയം വന്നാൽ ചാകാൻ പാടില്ല. അതിന് നമ്മൾ ചെയ്യും, നമ്മളെല്ലാവരും കൂടി ഒരു ഗോപുരം പണിയും, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഞങ്ങൾ പണിയും. വെള്ളം പോകുന്നതനുസരിച്ച് ഗോപുരത്തിന് മണ്ടയ്ക്ക് പിന്നെ കയറും. ദൈവം പറയുന്നതനുസരിക്കില്ല. ദൈവം പ്രളയം വരുത്തുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല. ദൈവത്തിനെതിരെ മത്സരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവന്മാരുടെ ഈ പണി വിജയിക്കുകയില്ല, അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഇഷ്ടിക എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പം അവൻ കൂന്താരി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ആളുകൾക്ക് തിരിച്ചറിയാൻ വയ്യ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബഹളമായി. അവർ ചിതറിപ്പോയി, ഭാഷ ചിതറിച്ചു. പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നതിൻ്റെ നേരെ വിപരീതമാകട്ടോ. ലോകത്തിന് നാനാഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ഭാഷകൾ പറഞ്ഞിരുന്ന ഈ ആളുകൾ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ അവർ ജനിച്ച ഭാഷയിൽ കേട്ടു. ജാതികളുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ലിംഗവ്യത്യാസങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവജനത്തെ ഒരുമിച്ച് ചേർക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാടിയാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. അവർ ജനിച്ച ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് അവരെ കേട്ടു. എനിക്ക് ഇതിൻ്റെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് വർത്തമാനകാല പ്രസക്തി എന്താണ് എന്നും കൂടെ പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും ഞാനത് അടുത്ത ആഴ്ചയിൽ കുറച്ചും കൂടെ വിശദമായിട്ട് പറയാം. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് നിസ്തുല്യമായിരിക്കുന്ന ഒരു സംഭവമാണ്. പെന്തക്കോസ്ത് ആവർത്തിക്കപ്പെടുകയില്ല. പെന്തക്കോസ്ത് നാൾ നടന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്ന് ആരും അവകാശപ്പെടുന്നുമില്ല. അന്യഭാഷ പറയുന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് അത് നിസ്തുല്യമായ കാര്യമാണ്. അത് ആവർത്തിക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല. പെന്തക്കോസ്ത് ആവർത്തിക്കാനായിട്ട് നിങ്ങളാരും പ്രാർത്ഥിക്കുകയും വേണ്ട. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ അതിനോട് ചേർത്ത് പറയാം. പെന്തക്കോസ്ത് നാൾ വന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നമ്മളുടെ ഉള്ളിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അന്ന് ശിഷ്യന്മാർക്ക് ഉണ്ടായ, അന്ന് ശിഷ്യന്മാരെ ശേഷം പിന്നാലെ ചെയ്തതായിരിക്കുന്ന ആ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടോ? പരിശുദ്ധാത്മാവുണ്ടെന്നൊക്കെ നമ്മൾ അവകാശപ്പെടും. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നു എന്നതിൻ്റെ തെളിവായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട്, ദൈവകൃപ പ്രാപിച്ച്, സുവിശേഷ ഘോഷണത്തിൽ ധൈര്യം കാണിച്ച്, തങ്ങളെ കൊല ചെയ്യുമെന്ന് പറയുന്ന ആളുകളുടെ മുൻപിൽ കഴുത്ത് ചായ്ച്ചു കൊടുത്ത് നിൽക്കുന്ന ആ ഒരു ധൈര്യവും ദൈവത്തിലുള്ള ആശ്രയവും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് കിട്ടതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട ആളുകളാണെങ്കിൽ. എന്നാൽ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ ദാസന്മാർ ആദ്യ നൂറ്റാണ്ടുകളിൽ കർത്താവിനെ അനുസരിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ആ അനുഭവവും ആ പാരമ്പര്യവും നമുക്ക് ആവശ്യമാണ്. ഞാനത് ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അയച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന വ്യതിയാനങ്ങളും രൂപാന്തരങ്ങളും വരുത്തുന്നുവോ? ദൈവം ആഗ്രഹിക്കുന്ന ധൈര്യവും ആ നിലയിലുള്ള ഒരു നിലപാടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്കുണ്ടോ? അത് ഞാൻ പരിശോധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ സംസാരിച്ചു. അവരുടെ ജീവിതത്തിൽ ധൈര്യം പ്രാപിച്ചു, ദൈവകൃപ ലഭിച്ചു. ആ അനുഭവം
നമുക്ക് വളരെ അനിവാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. ആ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും അനുഭവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.